മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരനും ജ്ഞാനപീഠം ജേതാവുമായിരുന്ന എം.ടി. വാസുദേവൻ നായരുടെ വേർപാടിൽ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. എം.ടിയുടെ വിയോഗം ലോക സാഹിത്യത്തിനും ചലച്ചിത്ര മേഖലയ്ക്കും അനിർവചനീയമായ നഷ്ടമാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ. ഹാരിസ് പറഞ്ഞു. മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരനും ജ്ഞാനപീഠം അവാർഡ് ജേതാവുമായ എം.ടി. വാസുദേവൻ നായരുടെ വേർപാടിൽ കായംകുളം നഗരസഭാ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായർ മലയാളികളിൽ വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ശ്രവിച്ചത്. ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരനായിരുന്നു എം.ടിയുടെ കഥകൾ വായിക്കാത്ത ഒരു മലയാളി പോലും ഇന്ന് അവശേഷിക്കുന്നില്ല. ഒരുപക്ഷെ ഏതായാലും മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ എഴുതിയിട്ടുള്ള ഒരു രചയിതാവാണ് എം.ടിയുടെ വിയോഗത്തിൽ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷൻ അഗൈതമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. മലയാളത്തിന് മാത്രമല്ല, ഇന്ത്യയുടേത് മാത്രമല്ല, ലോക സാഹിത്യത്തിലും ചലച്ചിത്രത്തിലും അദ്ദേഹം നൽകിയ സംഭാവന നിസ്തുലമാണ്. എം.ടിയുടെ വിയോഗം, പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ വിയോഗം തീർച്ചയായും മലയാളിക്ക് ഭയങ്കര നഷ്ടമാണ്. മലയാള സാഹിത്യത്തിനും ഇന്ത്യൻ സാഹിത്യത്തിനും ഒരുപക്ഷെ ലോക സാഹിത്യത്തിനും വലിയ നഷ്ടമാണ്. എം.ടിയെ പോലൊരു എഴുത്തുകാരൻ ഇനി എന്നാണ് അവതരിക്കുന്നത് എന്ന് ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. എം.ടിയുടെ വിയോഗത്തിൽ കായംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് അസോസിയേഷൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വളരെ ബൃഹത്തായ ഒരു അനുസ്മരണ സമ്മേളനം കായംകുളം മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റുകൾ പിന്നീട് പറയാം. ഈ സാഹിത്യകാരൻ, സർഗധരനായ ഈ സാഹിത്യകാരൻ്റെ വിയോഗത്തിൽ ഏറ്റവും വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നു. എം.ടിയുടെ വിയോഗം ലോക സാഹിത്യത്തിനും ചലച്ചിത്ര മേഖലയ്ക്കും തീർത്താതീരാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് റീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ. ഹാരിസ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.